നമ്മൾ ശിവാജി നഗർ കേട്ടോ. വി ലവ് ശിവാജി നഗർ. ഓ, ഈ സ്ട്രീറ്റ് അത്യാവശ്യം നല്ല തിരക്കുണ്ടല്ലോ. നമുക്ക് ഈ സ്ട്രീറ്റിൽ കൂടെ ഒന്ന് മുന്നോട്ട് പോയോ കേട്ടോ. ഇത്ര തുണിത്തരങ്ങളല്ലേ, എന്തല്ലേ. വൈറ്റ് കോളർ ജോബ് മാത്രമല്ല ജോബ്. ഇങ്ങനെ എത്ര പോലെ പേര് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു, എത്ര പൈസ ഉണ്ടാക്കുന്നു, എത്ര റിച്ചാണ് ഇവരൊക്കെ, സമ്പന്നരാണ്, മുതലാളിമാരാണ്. നമ്മളെ നാട്ടുകാർക്ക് ഒരു സങ്കല്പമുണ്ട് വൈറ്റ് കോളർ ജോബ് കിട്ടിയ എല്ലാം ആയിരുന്നു. പക്ഷെ അതൊന്നുമില്ല. ബിസിനസ് ഇതാണ് എല്ലാം. കാരണം ഇവരൊക്കെ എത്ര ബിസിനസ് ചെയ്തിട്ടുണ്ടോ. ഇവിടെ കണ്ടോ ഫുട്വെയറിന്റെ കച്ചവടം, തുണിത്തരങ്ങള്, ജാക്കറ്റ്സ് ഉണ്ട് കേട്ടോ ഈ സൈഡില്. ഇവിടെ കുറെ ഫുഡ് ഓപ്ഷൻസ് ഉണ്ടല്ലോ. കണ്ടോ മീൻ മസാല ഇട്ട് ഇങ്ങനെ ഇരിക്കണുണ്ടോ. വേറെ മീനൊന്നും അറിയില്ലട്ടോ. ഇവിടെ കുറെ ചിക്കൻ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഈ കബാബാണല്ലോ ഗൈസ്. ബീഫല്ലേ ഗൈസ്, ബീഫ്. ഇപ്പൊ സമയമില്ല കയറാൻ വേണ്ടി. കൈ അത്യാവശ്യം കടയുണ്ട് കേട്ടോ. പിടിച്ചു ഇനിയൊരു കേസ് സെൽഫി സ്റ്റിക്ക് അല്ലേ, അത്യാവശ്യം ഗിംബിൾ പോലെ എന്തെങ്കിലും ഐറ്റംസ് വെക്കണം. എന്നാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യാൻ. ഒന്നും കൂടി സ്റ്റെബിലൈസേഷനും കിട്ടും. അതിന്റെ പരിപാടി നോക്കണേ ഗൈസ്. ഇപ്പൊ തൽക്കാലം മൈക്ക് ഇനി ബാക്കി പരിപാടിയും കൂടെ നോക്കണം. കാരണം ഈ ഗിംബിൾ വിളിച്ച് തന്ന ആൾക്കാർ ഫുള്ള് ഇങ്ങോട്ടാവും നോക്കുക. അതാണ് പ്രശ്നം. നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കാൻ പറ്റൂല. അവിടെ 2 സ്ട്രീറ്റുകൾ വരുന്നുണ്ടല്ലേ. അപ്പൊ ഏത് സ്ട്രീറ്റിൽ കൂടെ നടക്കും? ആ സൈഡിൽ കാണും നടക്കാട്ടോ. ഇവിടെ കണ്ടോ ചെറിയ ടോക്കിന്റെ കട ഉണ്ട് കേട്ടോ. കുപ്പിവളകളുടെ കടയാ, എന്തൊക്കെയല്ലേ ഗൈസ്. ഇവിടെ ചെറിയ പലചരക്ക് കട ഉണ്ട്. ചെറിയ ഉന്തുവണ്ടിയെ ചേട്ടൻ നടക്കുന്നുണ്ട് കേട്ടോ. ഈ സൈഡ് ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ. നമുക്ക് ഇനി ആ സ്ട്രീറ്റ് നേരെ നടക്കാട്ടോ. നേരത്തെ കണ്ട അമ്പലത്തിന്റെ പിറകുവശത്ത് കൂടെ നമ്മൾ നടക്കണ്ടോ. അവിടെ കണ്ടില്ല അമ്പലത്തിന്റെ പിറകുവശത്തോ. ഇവിടേക്ക് നോക്കിയാലും ഗൈസ് എത്ര ഓപ്ഷൻ അല്ലേ ഇവിടെ. ഈ സ്ട്രീറ്റ് ഒന്നും കൂടി ആക്റ്റീവാണ്. നമുക്ക് ഈ സൈഡിൽ കൂടെ നടന്നു നോക്കാം. നമ്മൾ നേരത്തെ നടന്ന സ്ട്രീറ്റില്ല, അങ്ങോട്ട് കയറുന്ന വിചാരിക്കുന്നത്. കാരണം അവിടെയാണ് ഈ സൈഡിൽ നമുക്ക് നേരത്തെ ബോർഡ് കാണിച്ചു തന്നില്ലേ, അത് ഈ സൈഡിലാട്ടോ. ഇവിടെ ട്രാഫിക് പോലീസ് ഉണ്ട്. ഒരുത്തനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒച്ചക്കനെ ഹെൽമെറ്റ് ഇല്ല. അവന്റെ അടുത്ത് ഫൈൻ ഇപ്പൊ ഈടാക്കുമായിരിക്കും. അവൻ ഈടാക്കട്ടെ കേസ്. കാരണം ഹെൽമെറ്റ് വെക്കണമെന്ന് ഇവന്മാർക്കൊന്നും അറിയില്ല കേസ്. പറയുന്ന ആൾ വെക്കണ്ടോ അല്ലേ, അത് വേറൊരു സത്യാവസ്ഥ. തുണിത്തരങ്ങൾ തന്നെ കേസ്, എന്തല്ലേ. ഇത്രയും ഓൺലൈൻ സ്റ്റോർ ഉണ്ടപ്പോൾ ഇവർക്കൊക്കെ എങ്ങനെ വ്യവസായം കിട്ടുന്നത് ഞാൻ ആലോചിക്കുന്നു ഇപ്പോ. രണ്ട് സൈഡ് ഫുള്ള് ഡ്രസ്സിന്റെ കളക്ഷൻ കേട്ടോ. എത്ര പൂര ഓപ്ഷനാ ഗൈസ്. ഇത് കണ്ടൊരു കിളി പോകുന്ന അവസ്ഥയിലെത്തി. 300 റുപ്പീസ് ആണ് അവിടെ ചിക്കൻ വിളിച്ചു പറഞ്ഞിട്ട് കേട്ടോ. വളരെ വളരെ കുറഞ്ഞ പൈസ കിട്ടോ. ഇത് നേരെ ഞങ്ങൾ മെയിൻ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ ഡബിളും ട്രിപ്പിളും കൊടുക്കേണ്ടി വരും. അതല്ല വ്യത്യാസം. ക്വാളിറ്റിയിലും ഗൈസ് ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും. പിന്നെ ഇങ്ങനത്തെ ചില ലോക്കൽ സ്റ്റോറിൽ നല്ല ക്വാളിറ്റി സാധനം കിട്ടും കേട്ടോ. നോക്കിയെടുക്കണം എല്ലാം. നല്ല മഴക്കാലം കേട്ടോ ഗൈസ്. എപ്പോ വേണമെങ്കിൽ മഴ പെയ്യാം. നടന്ന് നടന്ന് വഴി മുട്ടാനായോ ഇല്ല. പഞ്ഞിമിഠായി ഈ ക്ലൈമറ്റ് അടിപൊളി. പക്ഷെ മഴ ചെയ്താൽ എല്ലാം രസമാവും. അല്ലെങ്കിൽ ഈ ഷൂ മൊത്തം വെള്ളമായ പോലെ ഉണ്ട്. നേരത്തെ കണ്ട ബോർഡ് അവിടെ ഇതല്ലേ ഗൈസ്. ഓ ഇത് ഈ സൈഡാണല്ലേ. നമ്മൾ ഓരോ വഴി നടത്തുമ്പോൾ ഓരോ വഴി. നമ്മൾ നേരത്തെ ഒരു വഴി കണ്ടില്ല, അത്യാവശ്യം ആളുണ്ടല്ലോ അതില്ലേ. ഇത് ആ വഴി കേട്ടോ. നമ്മൾ ഇതിന്റെ പകരം നേരെ നമ്മളെ ആ പള്ളി കണ്ടു വന്നത്. എന്തല്ലേ
ഗൈസ് ഇതാണ് രസം ഗൈസ്. നമ്മുടെ റൂട്ട് മാപ്പിലെ ചുമ്മാ ഇങ്ങനെ ഓരോ സ്ട്രീറ്റ് കൂടെ നടക്കാം. സ്ട്രീറ്റിൽ പോയപ്പോ ഈ വിഷ്വൽസ് കാണാൻ നിങ്ങൾക്ക് ഈ രസം ഉണ്ടാവും. എനിക്കിതാ ഗൈസ് ഒന്നും കൂടി ഇഷ്ടം. ഇങ്ങനെ കുറെ ഷോപ്പിംഗ് സ്ട്രീറ്റുകൾ കണ്ടെടുക്കുക. സ്ട്രീറ്റിൽ ഗൈസ് പ്രത്യേകിച്ചൊന്നും ഇല്ല. കുറെ യുവവാക്കന്മാർ, പിന്നെ ചെറിയ ഷോപ്പുകൾ, ഫുഡ് ഓപ്ഷൻസ് പോലും അത്ര ഒന്നും ഇല്ല. ഒന്നാണ്ട് പപ്പ് ഉണ്ട്, വേറെ എന്താ അവിടെ ഉള്ളത്. പക്ഷെ ഈ സ്ട്രീറ്റിലും അത്യാവശ്യം ആളുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ചുമ്മാ ഈ സ്ട്രീറ്റിലും കൂടെ ഒന്ന് പോയി വരാം. പക്ഷെ ഇതിൽ കൂടി നടക്കാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാവും കേട്ടോ. ഇതിൽ കൂടി നടക്കാൻ അത്യാവശ്യം ടാസ്ക്. ഗൈസ് ആ പള്ളിയുടെ സൂപിക നോക്കിയാളെ. ഇവിടെ തുണിത്തരല്ല, വേറെ ഒന്നുമില്ല ഗൈസ്. ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തമായ കാഴ്ച തപ്പി നടക്കുന്നതിനാ. ഫുള്ള് ക്ലോത്ത് ഗൈസ്. ഇവിടെ ഷൂവിന്റെ സ്റ്റോർ കിട്ടോ. എന്തല്ലേ കൊമേഴ്ഷ്യൽ. ബാംഗ്ലൂരിലെ ഫാഷന്റെ ആസ്ഥാനം തന്നെ പറയട്ടോ. അത്ര ഓപ്ഷനാണ് ഇവിടെ. എത്ര കടകളുണ്ടാവും കൗണ്ട് ചെയ്താൽ തന്നെ ഒരു ഏകദേശം എത്ര ഗൈസ്? ജസ്റ്റ് കമന്റ് കേട്ടോ. ഏകദേശം എത്ര കടകളുണ്ടാവും നിങ്ങൾ വിചാരിക്കും ഇവിടെ ഈ സ്ട്രീറ്റിൽ മൊത്തമായിട്ട്? ബാക്കിൽ ഒരു ഓട്ടോക്കാരെ ഓണടിച്ച് വെറുപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ ചെറിയ റോഡിൽ കൂടി ടാക്സിക്കാരെ വണ്ടി എടുത്തോളോ. നല്ല ബോധമുണ്ടെങ്കിൽ പുള്ളിക്കാരെ ഈ റോഡിൽ കൂടി എടുക്കുവോ? കാരണം മര്യാദക്ക് നടക്കാനുള്ള ചെറിയൊരു വഴിയുള്ളൂ. അത് കൂടി ചങ്ങായി വണ്ടി ഓടിച്ചു വരുന്നത്. രണ്ട് സൈഡ് ചെറിയ റോഡിൽ രണ്ട് സൈഡ് ഫുള്ള് കടകളും. നല്ല രസമില്ല ഗൈസ് കാണാൻ. അതാട്ടോ മെയിൻ സ്ട്രീറ്റ്. നമ്മൾ അവിടെ ഇങ്ങോട്ട് നടന്നത്. സൂക്ഷിച്ചും കണ്ട് തന്നില്ലേ വണ്ടി കാലി കയറും. 100% ഷുവറാ. ഇത് നമുക്ക് രണ്ട് സൈഡ് ഒരു ഒറ്റ ഇതിൽ കാണാല്ലേ, ഒറ്റ വ്യൂല് കാണാം. എനിക്ക് രണ്ട് സൈഡിൽ ഇങ്ങനെ തിരിച്ച് കഷ്ടപ്പെടണ്ട. ഒരുമിച്ചൊരു വിഷയം കിട്ടുന്നുണ്ടല്ലേ. അത്യാവശ്യം ഉണ്ടല്ലോ ഗൈസ്. അതിന് നേരെ പാരലായിട്ട് കേട്ടോ നമ്മൾ അവിടെ നിന്നില്ലേ ആ സ്ട്രീറ്റ് നേരെ പാരലായിട്ട് ചെറിയ ചെറിയ ഷോപ്പ് കുടുംബങ്ങളിലെ കടകൾ വിടാം. സത്യം പറഞ്ഞിട്ട് കൂടി ഒന്നും വണ്ടികൾ വിടാതിരിക്കുന്നുണ്ടോ എത്രയോ നല്ലത്. ഞാൻ ആൾക്കാർ നടന്ന് ഷോപ്പ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ചെറിയ ഓട്ടം കാലം ഒരു 2-3 വണ്ടിക്കാരെ ഉള്ളൂ ഈ പ്രശ്നക്കാര്. ഇവര് കാണും ബാക്കിയുള്ളതും കൂടി കഷ്ടപ്പാടാട്ടോ. നമ്മൾ മിഠായി തെരുവ് ചെലവും നേരത്തെ ചില വണ്ടിയെ ചെലവന്മാര് വരില്ലേ അലമ്പാക്കാൻ വേണ്ടി, അതേപോലെ ഇതും തോന്നുന്നത്. ഇതൊക്കെ നടന്ന് ആസ്വദിച്ച് ഷോപ്പ് ചെയ്ത് പോകേണ്ട സ്ട്രീറ്റുകളാണ്. അല്ല ഇങ്ങനത്തെ വണ്ടികൾ വന്ന് ഇങ്ങനെ അലമ്പാക്കാൻ പാടില്ല. ഗൈസ് ഇത് എന്താ ഗൈസ്, ആൾക്കാരെ നട്ടി നടക്കാൻ പറ്റില്ല വന്ന അവസ്ഥയുള്ളൂ ആ സൈഡൊക്കെ. എത്ര ജനം കിട്ടുമോ. ഫുള്ള് തുണിത്തരങ്ങളെ ഗൈസ്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല. എല്ലാരും ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഇപ്പൊ അവിടുന്നാണോ ഗൈസ് ഇതിന്റെ സ്റ്റാർട്ടിങ്? നേരെ ഓപ്പോസിറ്റ് നടക്കുന്നു തോന്നിട്ടോ. എന്തല്ലേ ഇവിടെ എത്തിയപ്പോ ഒന്ന് റഷ് കുറവുള്ള പോലെ. കുറച്ച് സമാധാനം ഉണ്ട് കേട്ടോ ഇവിടെ. അധികം സൗണ്ട് ഒന്നും ഇല്ല ഗൈസ്. മുന്നിലൊരു അടിപൊളി കാഴ്ചയുണ്ട്. റോഡൊക്കെ പൊളിച്ചിട്ടിരിക്കണേ. ഇവിടെ എന്താ ഡ്രൈനേജിന് എന്തോ പരിപാടി കേട്ടോ. ടാസ്ക് ഇനി ഇത് കൂടി നടക്കണ്ട ഗൈസ്. ഓ അതൊരു അൺഎക്സ്പെക്ടഡ് ടിസ്റ്റ് ആയി പോയല്ലോ. മര്യാദക്ക് നടന്നത് ഞാൻ ചെടി കൂടി നടക്കണം. അതൊരു അത്യാവശ്യം അൺഎക്സ്പെക്ടഡ് ടിസ്റ്റ് ആയി പോയിട്ടോ. വീഡിയോക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങളൊന്ന് ക്ഷമിച്ചേക്ക്. ഷൂ ഒക്കെ അത്യാവശ്യം നല്ല കൊളായിരിക്കും. അങ്ങോട്ട് നോക്കിയാളി എന്തല്ലേ ആൾക്കാരെ കൊണ്ട് ഇത്ര കൂടെ ജനല്ലേ. എത്ര ഓൺലൈൻ സ്റ്റോർ ഉണ്ട് എന്നിട്ടും കണ്ടോ. ഈ ഓഫ്ലൈനിൽ വാങ്ങാൻ ആൾക്കാർക്ക് ഒരു കുറവില്ല അറിയില്ലേ. ഇവരെയൊക്കെ സ്ട്രീറ്റിൽ കണ്ട് ആസ്വദിക്കാൻ വരുന്നവരാണെന്ന് സംശയം കേട്ടോ. കാരണം ആൾക്കാർ വാങ്ങുന്ന കുറവാട്ടോ. ചുമ്മാ അത് കൂടി നടക്കാൻ വേണ്ടി വരുന്നവരാ തോന്നുന്നു. ക്ലോസ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടാട്ടോ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ. കണ്ടോ നമ്മള് നേരെ നടന്ന മെയിൻ റോഡിലേക്ക് എത്തിട്ടോ. നമ്മൾ അവിടുന്ന് നേരത്തെ ആ സ്ട്രീറ്റിൽ നടന്നു. അതേപോലെ ഈ സ്ട്രീറ്റും ആ എൻഡ് ചെയ്യുന്ന അവിടെ കേട്ടോ. ഇതിന് മൂന്നാമത് പാരലൈസ് സ്ട്രീറ്റ് ഉണ്ടോ എനിക്ക് അറിയില്ല. ഇത്ര തന്നെ ഉള്ളൂ തോന്നുട്ടോ.
രണ്ട് സ്ട്രീറ്റിലായി കൊമേഴ്സ് സ്ട്രീറ്റ് ഇങ്ങനെ പരന്ന് കിടക്കാൻ തോന്നുന്നു കേട്ടോ. കണ്ടോ ഇവിടെ ചെറിയ സ്ട്രീറ്റ്, വലിയ ക്രൗഡൊന്നും ഇല്ല ഈ ഏരിയയില്. അവിടെ ചെറിയ ചെറിയ വഴികളുണ്ട് ഗൈസ്, മെയിൻ സ്ട്രീറ്റ് ആയിട്ട് കണക്ട് ചെയ്തോണ്ട് ഇങ്ങോട്ട് കേട്ടോ. ഇവിടെ കണ്ടോ ചെറിയൊരു നമ്മളെ ശരവണമോണല്ലേ ഇവിടെ ഉള്ളത്. അത് ശരി. ഗൈസ് ഓ നേരത്തെ നമ്മള് റോഡ് കണ്ടില്ലേ ഗൈസ്, ആദ്യം ഇങ്ങോട്ട് വരുമ്പോ ആ റോഡ് ഇങ്ങോട്ടോ കണക്ട് ചെയ്യുന്നത്. കാരണം ആ റഷ് മൊത്തം ഇങ്ങോട്ടും റഷ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നാം മെയിൻ സ്ട്രീറ്റിൽ കണ്ട അവിടെ ആരും കേറില്ല, ഒക്കെ ഇവിടുന്ന് വാങ്ങുന്നത്. കാരണം അവിടെ ഭയങ്കര, കാരണം ഒക്കെ ബ്രാൻഡഡ് സ്റ്റോഴ്സ് അല്ലേ ഗൈസ്, ഒക്കെ ഇന്റർനാഷണൽ ബ്രാൻഡ്സ്. അപ്പൊ അത്യാവശ്യം നല്ല ചെലവ്, അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ടല്ലോ. എല്ലാവരും ഇങ്ങോട്ടോ കിടക്കുന്നത് തോന്നുന്നു. ഈ ഏരിയയിലേക്കാണ് ഫുള്ള് എല്ലാവരും വരുന്നുണ്ടാവുന്നത്. ഒരു മോതിരം വിട്ട് ചേട്ടൻ നടക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് ഇത്രയൊക്കെ തന്നെ ഗൈസ് കൊമേഴ്ഷ്യലിന്റെ വിശേഷങ്ങൾ. ഇനി എന്തെങ്കിലും കുറച്ചും കൂടി കാഴ്ച കാണിച്ചു തരാം. ഈ വിഷ്വൽസ് കണ്ടൊന്ന് ആസ്വദിക്കും. കാരണം എനിക്ക് ഇത്തിരി വെള്ളം കിട്ടാതെ ഇനി പറയാൻ പറ്റും തോന്നില്ല ഗൈസ്. അല്ല ചെറിയൊരു കാറ്റ് വീശുന്നുണ്ട് കേട്ടോ, അത് നല്ലൊരു രസമുണ്ട് ആ കാറ്റത്ത് നടക്കാൻ. വീണ്ടും ഈ ഓട്ടോക്കാരെ അലമ്പാകുന്നുണ്ട് കേട്ടോ. പക്ഷേ ഓട്ടോക്കാരെ കുറ്റം പറയില്ല കേട്ടോ, ഈ ചെറിയ സീറ്റ് കൂടി ഓട്ടോ ഓടിക്കുന്നതുകൊണ്ട് മാത്രം പറയാം കേട്ടോ. കാരണം ഞാൻ നടന്നു പോകേണ്ട സ്ട്രീറ്റിൽ ഇങ്ങനെ വരുമ്പോ അവര് വരുമാന മാർഗമാണ്, അവരുടെ ജീവിതമാർഗമാണ് കേസ്. അതൊന്നും അല്ല കേട്ടോ, അതൊന്നും വെച്ചല്ല പറയുന്നത്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാണുമ്പോൾ തോന്നുമ്പോൾ പറയില്ല, ആരും അർത്ഥത്തിൽ പറയുന്നുള്ളൂ കേസ്. അത് സീരിയസ് ആയിട്ട് ഒന്നും എടുക്കണ്ട. കാരണം അവിടെ പോയി ഗതാഗതം നിരോധിച്ച് നമുക്ക് എല്ലാ വണ്ടിക്കാരും വണ്ടി ഒന്നും വേണ്ട കേസ്. ഇങ്ങനെ നടന്നു പോകേണ്ട സ്ട്രീറ്റുകളാണ് മൊത്തം. നടന്നു പോയി കാഴ്ചകളുടെ സാധനം മേടിക്കേണ്ട സ്ട്രീറ്റുകൾ അത്രേ ഉള്ളൂ കേസ്, അത്രയൊന്നും പറയുന്നുള്ളൂ. പക്ഷെ ഇവിടെ വലിയ ഷോപ്പിംഗ് മാൾ ഉണ്ടല്ലോ, ടാറ്റ എന്തോ സംഭവം കേട്ടോ. ഓ സ്റ്റാർബക്സ്. ഓ കേസ് വണ്ടി പോട്ടെ. ഇവിടെ ഇതാണ് കേസ് മെയിൻ റോഡ് കേട്ടോ. പക്ഷെ അവിടെ ഇനി സ്ട്രീറ്റ് ഉണ്ടോ അറിയില്ല കേട്ടോ, നമുക്ക് പോയോക്കാം. ഇവിടെ കണ്ടോ ചെറിയൊരു വഴിയൂടെ ചെരുപ്പ് കച്ചവടം. എനിക്ക് തോന്നുന്ന രണ്ട് മെയിൻ കേട്ടോ സ്ട്രീറ്റുകളായിട്ട് വരുന്നു. നമ്മൾ ഫസ്റ്റ് കണ്ട വലിയ ഷോപ്പിംഗ് മാൾ, ഷോപ്പിംഗ് കാര്യങ്ങളിലുള്ള ഷോപ്പിങ്ങിന്റെ സ്റ്റോറും എല്ലാം ഉള്ളതും. പിന്നെ ഇപ്പൊ വന്ന ചെറുത് വന്നെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ. കാരണം അവിടെ ഏറ്റവും കൂടുതൽ വില കുറഞ്ഞ വിലക്ക് കുറെ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടി എല്ലാവരും ആ ഏരിയക്ക് വരുന്നുണ്ട് കേട്ടോ. അവിടെ വില താരതമ്യേന കുറവാണ്, വളരെ ചീപ്പാണെന്ന് തന്നെ പറയാം. ഇവിടെ എത്തിയപ്പോ ആരും ഇല്ല. നമുക്ക് തിരിച്ച് ഇനി അങ്ങോട്ട് നടന്നു നോക്കാം കേട്ടോ. ആ രണ്ട് സ്ട്രീറ്റ് തന്നെയാണ് മെയിൻ സ്ട്രീറ്റ്. ചില സമയത്ത് പറയുമ്പോൾ ചെറിയ തെറ്റുകൾ പറ്റിട്ടോ, ഒന്ന് ക്ഷമിച്ചേക്കും. പ്രാക്ടീസ് ചെയ്ത് നന്നാക്കാൻ നോക്കണ്ട് ഗൈസ്. ഇവിടെ നിന്ന് ആരും ഇല്ല ഗൈസ്, നമുക്ക് തിരിച്ചു നടക്കാം. തിരിച്ച് നമ്മൾ വന്ന വഴിയിൽ നടക്കാം കേട്ടോ. ഗൈസ് ഇത്രയൊക്കെയാണ് കൊമേഴ്ഷ്യൽ സീറ്റിന്റെ വിശേഷങ്ങൾ. ഗൈസ് നിങ്ങൾക്ക് നല്ല എക്സ്പ്ലനേഷൻ തന്നെ ആഗ്രഹപ്പെട്ടു കേട്ടോ. ചില നേരത്തെ പറയുമ്പോൾ ചില മണ്ടത്തരങ്ങൾ പറ്റുന്നത് എനിക്കും അറിയാം. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ ഭാവിയിൽ ഈ വീഡിയോസ് ഒന്നും കൂടി അടിപൊളിയാക്കും. കാരണം നമ്മൾ പറഞ്ഞിട്ടാണ് ഈ നല്ല വേർഡ്സ് വരുള്ളൂ. അല്ല ആദ്യം തന്നെ വ്ളോഗ് ചെയ്യുമ്പോൾ ഫുള്ള് പെർഫെക്റ്റ് ആയിട്ട് വേർഡ്സ് വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ലേ ഗൈസ്. കാരണം നമ്മൾ സംസാരിച്ച് ആ ശൈലി കണ്ട് വരുമ്പോ സെറ്റ് ആവുന്ന വിചാരിക്കുന്നത്. അത് വല്ല സമയവും നിങ്ങൾ തരണം. നമ്മളങ്ങനെ മെയിൻ ആയിട്ട് രണ്ട് സ്ട്രീറ്റുകളും കണ്ടു കഴിഞ്ഞു കേട്ടോ. നമുക്ക് നേരെ റൂമിലേക്ക് വിട്ടാലോ എന്നെ പ്ലാൻ. കാരണം ചർച്ച് സ്ട്രീറ്റിൽ നമ്മൾ കുറെ നന്ദി. ഇനി പ്രത്യേകിച്ച് ഒന്നും ഇല്ല. നിങ്ങൾക്ക് വീണ്ടും ചർച്ച് സ്ട്രീറ്റ് വന്നാൽ വീഡിയോ കുറെ എത്തുന്നത് വലിയ അർത്ഥം എനിക്ക് തോന്നില്ല. എന്റെ മോൻ എല്ലാ വണ്ടിയും കൂടി ഇങ്ങോട്ടാണ് വരുന്നത്. ഇത് കൂടി നമ്മൾ നേരത്തെ നടന്നീന്ന്. നമുക്കിനി മെയിൻ സ്ട്രീറ്റ് കൂടെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അവിടെയുള്ള മെയിൻ ഷോപ്പുകളും ബ്രാൻഡുകളും ഏതെങ്കിലും വിട്ടുപോയോ എന്ന് എനിക്കറിയില്ല. അതും കൂടി ഒന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഞാൻ എന്ത് ചെയ്യായിരിക്കുന്നു. കാരണം നല്ല അത്യാവശ്യം നല്ല ക്ലൗഡ് ആട്ടോ ഇവിടെ.
മഴപ്പാ പെയ്യും, നല്ല ക്ലൗഡി കാലാവസ്ഥ വരില്ല, അതാണ് അവസ്ഥ. ചെറിയൊരു ഇളം കാറ്റും ഉണ്ട്. ചൂടെടുക്കുന്നുണ്ട് കഴിച്ചു, എന്താ അറിയില്ല. എനിക്ക് പറഞ്ഞെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടോ അറിയില്ല, അത്യാവശ്യം നല്ല ചൂടെടുക്കുന്നുണ്ട്. സമയം ഇപ്പൊ 4:40 കേട്ടോ. അപ്പൊ തന്നെ പോകുന്നതിന് വല്ല അർത്ഥമല്ലേ കഴിച്ചു. ഞാൻ വേറെ ഏതെങ്കിലും നല്ല സ്ട്രീറ്റുകളും കൂടി ഉണ്ടോ, അതൊന്നും കൂടി കുറച്ചും കൂടി വിശ്വസിച്ച് കാണിച്ചെന്ന് പോവാന്നൊരു പ്ലാനിലാണ് ഇപ്പൊ നടക്കുന്നത്. പക്ഷെ ആ ബോർഡ് നോക്കിയാണ് ഇപ്പൊ നേരെ മറ്റേ സൈഡിലായിട്ട് കണ്ട് എനിക്ക് ബോർഡിന്റെ ക്ലോസപ്പ് കാണിച്ചത് ഇത്തവണ. കണ്ടോ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, നമ്മള് നേരത്തെ ഒന്ന് കണ്ട ക്ലോസപ്പ് കണ്ടോ. ആരും അതിന്റെ കുറച്ച് സൈഡിൽ തിന്നിക്കണം കേട്ടോ, കണ്ടോ സൈഡ് പോയിക്കണ് കുറച്ച്. കണ്ടോ ഇവിടെ നോക്കിങ്ങ ഗൈസ്, ആ തിരക്കില്ല ഗൈസ്. മറ്റോടത്ത് നടക്കാനുള്ള സ്ഥലമില്ല. മറ്റൊരു നേരം ഓപ്പോസിറ്റ് ഗൈസ്, റോഡ് വളരെ നേരമാണ്. പക്ഷെ ഇവിടെ നേരം ആക്കി കണ്ടോ, മറ്റേ സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്ത് ഇവിടെ നേരം ആക്കിയിരിക്കണം ഇവരാകെ. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഇവിടുന്ന് സ്റ്റോറുകളൊന്ന് വിശദമായിരുന്നു കാണിച്ചു തരാം. കാരണം നടുവിൽ കൂടിയൊക്കെ നടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, വലിയ തിരക്കില്ല ഇവിടെ. ആൻഡ് സ്വീറ്റ്സ് ആൻഡ് സേവിയസ് അല്ലേ, ആണോ MK സ്ട്രീറ്റ്, ഗോലാൻ ലൈന്, ഫസ്റ്റ് ക്രോസ്. ഓ അവിടെ കണ്ട് 4th ക്രോസ്, അങ്ങനെ എന്തൊക്കെ അല്ല കേസ്, അങ്ങനെ എന്തോ അല്ലേ നേരത്തെ അവിടെ വായിച്ചത്. ഇവിടെ ഉണ്ടോ പാർക്ക് അവന്യൂ. പക്ഷെ ഇത് കൂടെ നടക്കാൻ സുഖട്ടോ, ഔട്ട്ഫിറ്റ് അല്ലേ. മറ്റേ ആൾക്കാരെ തട്ടി നടക്കാൻ പറ്റും, പക്ഷെ ഇതിൽ കൂടെ നടക്കാൻ സുഖട്ടോ. പക്ഷെ ഈ കണ്ടോ ഇവിടെയുള്ള ഈ പ്രമുഖ സ്റ്റോറിലൊന്നും ഒരു മനുഷ്യൻ കയറുന്നില്ല കേട്ടോ. ഒക്കെ ആ ചെറിയ സ്ട്രീറ്റിൽ കാണുന്ന സ്റ്റോറുകളിലൊക്കെ കയറുന്നത്, കാരണം അവിടെ വിലക്കുറവാണ്. പിന്നെ ചിലവന്മാരുണ്ടാവും ബ്രാൻഡഡ് മാത്രമേ ധരിക്കുള്ളൂ, ബ്രാൻഡ് കിട്ടിയേ പറ്റൂന്ന്, അങ്ങനെയുള്ളവന്മാരെ കയറും കേട്ടോ. അല്ലാത്തൊക്കെ എന്ത് സീനില്ല. കാരണം ഇവിടെ ഫ്രണ്ട്സിന്റെ സ്റ്റോർ ഉണ്ട്. കണ്ടോ ഗൈസ്, ഇവിടെ സെക്കൻഡ് ക്രോസ്, LM സ്ട്രീറ്റ്. ഈ ചെറിയ 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 വഴികളിലെ ഗൈസ്, അതിനൊക്കെ ഇവിടെ ഓരോ നെയിമിങ് നൽകിയിട്ടുണ്ട് കേട്ടോ. ഒരു നെയിമിങ് സ്കീം ഉപയോഗിച്ച് അറിയില്ലേ, അതേപോലെ കണ്ടോ LM സ്ട്രീറ്റ്. അങ്ങനെയാണ് ഗൈസ്, ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. നമ്മളെ കണ്ട് പഠിക്കാട്ടോ ഓരോ കാര്യങ്ങള്. നമ്മൾ ആ സൈഡിൽ കൂടെ നേരത്തെ വന്നു, ഈ സൈഡിൽ കൂടെ ഒന്ന് കാണിച്ചിട്ട് വെച്ചിട്ടു. ഈ സൈഡിൽ കൂടെ ഇപ്പൊ നടക്കുന്നത് ലിവിസൺ ഉണ്ടല്ലോ ഇവിടെ, അവിടുന്ന് കണ്ടത് നേരത്തെ ഗൈസ്. ഗൈസ് അത്യാവശ്യം വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇനി ശരിയാവൂല, പറയാനുള്ള സ്മൂത്ത്നെസ് പോയി ഗൈസ്. നിങ്ങൾ കാഴ്ച കണ്ട് നടക്കും. ഞാൻ അങ്ങനെ മ്യൂസിക് ഇട്ട് വീഡിയോ അലമ്പാക്കില്ല, സാധാ ഈ നാച്ചുറൽ സൗണ്ടിന് ആസി ആൾക്കാരുടെ സൗണ്ടും ഈ കലബിലൊക്കെ തന്നെ കണ്ടുപോകുന്നത് നല്ലത് തോന്നുന്നു. പിന്നെ ഇടയിൽ മ്യൂസിക് ആയിട്ട് ഗൈസ് ആ രസം കിട്ടൂല. ഞാൻ ഇവിടുത്തെ കൂടെ നടക്കുന്ന ഫീല് കിട്ടണ്ടേ, അപ്പൊ ഈ വോയിസ് തന്നെ വേണം. പിന്നെ മൈക്കിൽ കൂടി കേൾക്കുമ്പോൾ ആ വോയിസിന് അത്ര ഡെപ്ത് ഉണ്ടാവില്ല, കുറെ നോയിസ് ക്യാൻസലേഷൻ നടക്കുന്നതുകൊണ്ട് ചെറിയൊരു എന്താ പറയാ ഒരു പ്ലെയിൻ വോയിസ് കേൾക്കണ പോലെ തോന്നുള്ളൂ കേട്ടോ. ഒന്നും ഒരു ഐപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ അത്രയും ഞാൻ അടിപൊളി മൈക്കൊക്കെ മേടിച്ച് കൊണ്ടുവന്നു കേട്ടോ. ഈ സ്ട്രീറ്റിൽ അത്യാവശ്യം ആൾക്കാരുണ്ടല്ലോ, നമുക്ക് ഈ സ്ട്രീറ്റിൽ കൂടെ ഒന്ന് പോയി നോക്കാം. ഇവിടെയും തുണിത്തരങ്ങളല്ലേ അല്ലേ, ഇത്ര ഷോപ്പല്ലേ. ഞാൻ ഇവർക്കൊക്കെ ഇതിനനുസരിച്ച് കച്ചവടം കിട്ടുന്നുണ്ടോ? എത്ര ജീവിതങ്ങളാണ് കഴിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ വരുമാനം കൊണ്ട് ജീവിതങ്ങൾ പുലരുന്നതല്ലേ. ആ വേർഡ് കഴിച്ച് നേരത്തെ തപ്പിത് കിട്ടി, നൈസായിട്ട് വേർഡ് മാറ്റിയതാ. ഇതൊക്കെ നമ്മൾ നേരത്തെ നടന്നു സംശയം കേട്ടോ.
മഴ പെയ്താല് ചളി കേട്ടോ. ഷൂ ഒക്കെ അത്യാവശ്യം നല്ലൊരു കളർഫുൾ ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ. ഇത് നേരെ നമ്മൾ നേരത്തെ നടന്ന വഴിയില്ലേ, ആ ചെറിയ റോഡും പുള്ളി കടകൾ തിങ്ങിയാണ് ഗൈസ്. ആ വഴിക്കായിട്ടുണ്ട് പോകുന്നത് ഗൈസ്. ഇവിടെ ഡ്രൈനേജിന്റെ പണി നടക്കുന്നത് ഗൈസ്. ഇത് കൂടെ നമ്മൾ നേരത്തെ വന്നത് ഗൈസ്. നമുക്ക് തിരിച്ചടക്കാം കേട്ടോ. എവിടെ പോലും സാംസങ്ങിന്റെ എന്തെങ്കിലും കാണാം കേട്ടോ. ഞാൻ നോക്കുന്നത് സാംസങ്ങിന്റെ ഒന്ന് ഗൈസ്. ഇവിടെ ചെറിയ സാംസങ്ങിന്റെ സ്റ്റോർ ഉണ്ട് കേട്ടോ. നമ്മളെ ബാറ്ററി ഉണ്ടല്ലോ ഗൈസ് ഇവിടെ. ബനാന ക്ലബ് ഇതൊക്കെ ഏതാ ഗൈസ്? നിങ്ങൾക്ക് അറിയണ്ടാവും, എനിക്കറിയില്ല ഗൈസ്. ഇവിടെ അത്ര ഇല്ല ഗൈസ്. ഇവിടെ ഒന്നും കൂടി സുഖമായിട്ട് നടക്കാൻ വേണ്ടി ഇത് കൂടി. നേരത്തെ കണ്ട അതേ സെയിം കാഴ്ചകളാണ് ഗൈസ്. ഞാൻ മാപ്പിൽ നോക്കട്ടെ, വേറെ എന്തെങ്കിലുമൊക്കെ ബെറ്ററായി എന്തെങ്കിലുമൊക്കെ ഇവിടെ കാണാണ്ടോ എന്ന് കൂടി നോക്കി കൂടി കണ്ട് നമുക്കൊന്ന് പോവാം. ഈ സെയിം കാഴ്ചകളാട്ടോ. ഞാൻ ഈ അങ്ങോട്ട് നടക്കില്ല, കാരണം നേരത്തെ ഒന്ന് നിങ്ങൾക്ക് മൊത്തം കാഴ്ച പീറ്റർ ഇംഗ്ലണ്ട് തന്നെ ഉള്ളു ഗൈസ് ഇവിടുത്തെ കാഴ്ചകള്. ചുമ്മാ അതുവരെ ഒന്നും കൂടി നടന്നു നോക്കാൻ വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കാണണമെങ്കിൽ കാണിച്ചത്. കുറച്ച് സ്റ്റോറുകൾ കാണിച്ചു വെച്ചിട്ടാണ് നടക്കുന്നത്. കണ്ടോ ഇവിടെ കണ്ടോ ചെറിയ ഇങ്ങനത്തെ ചെറിയ സ്ട്രീറ്റുകൾ, ഇവിടെ ചെറിയ ചെറിയ വഴികളുണ്ട്, അതിന്റെ ഇടയിൽ കുറെ സ്റ്റോറുകൾ. അങ്ങനെ പോകുന്നു ഗൈസ്. ഞാൻ ആലോചിക്കും നെക്സ്റ്റ് എങ്ങോട്ട് പോകുന്ന കേട്ടോ. നെക്സ്റ്റ് എങ്ങോട്ട് പോകും നമ്മൾ തെളിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒന്ന് സ്ഥലം കാലിയാ കേട്ടോ. ചർച്ച് സ്ട്രീറ്റിലൊന്ന് പോയി എനിക്ക് നൈറ്റ് വിഷ്വൽസും കൂടി ഒന്ന് കാണിച്ചു തന്നാലും ഒന്നുണ്ട്. രാത്രിയിലെ ചർച്ച് സ്ട്രീറ്റ് കാഴ്ചകൾ. പോലീസ് സ്റ്റേഷൻ നോക്കിക്കാളി, അത് അടിപൊളിയായില്ലേ? നല്ല രസമുണ്ടല്ലേ പോലീസ് സ്റ്റേഷൻ കാണാൻ. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ. അധികം ഞാൻ വീഡിയോ എടുക്കില്ല, അതുപോലെ എന്തിനാ വീഡിയോ എടുത്ത് ചോദിച്ചു വരും കേട്ടോ. ഓ ഗൈസ്, ഈ ബോർഡ് അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ കണ്ടോ, അവിടെയാണ് പോലീസ് സ്റ്റേഷൻ. ഇനി മറ്റേ സൈഡിൽ കൂടെ തിരിച്ചടക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ചർച്ച് സ്ട്രീറ്റ് അല്ല, കൊമേഴ്സ് സ്ട്രീറ്റിനോട് ഗുഡ് ബൈ പറഞ്ഞ് ചർച്ച് സ്ട്രീറ്റിൽ കൂടെ ചുമ്മാ ഒന്നുകൂടി നടന്നിട്ട് പോവാട്ടോ. പക്ഷെ എവിടെയെങ്കിലും ഒരു മൂറ് കഴിക്കണോ കേട്ടോ. ആ ചൂടത്ത് വേർത്തൊരു ലെവലായിരിക്കുന്നു. ഇനി ആ സൈഡിൽ കൂടെ തിരിച്ചടക്കാം കേട്ടോ. നമുക്ക് തിരിച്ചു അവിടേക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. നമ്മൾ നേരത്തെ നടന്ന സ്ട്രീറ്റും കാര്യങ്ങളും നമുക്ക് തിരിച്ചു നടന്ന ഈ ചർച്ച് സ്ട്രീറ്റിനോട് ഗുഡ് ബൈ പറയാം കേട്ടോ. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിനോട് ഗുഡ് ബൈ പറയാം കേട്ടോ. ഈ പേരുകൾ എന്താ, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, ചർച്ച് സ്ട്രീറ്റ്, ഗാന്ധി റോഡ്, ചേർസ് സ്ക്വയറല്ലേ. കാരണം എം ജി റോഡാണ് വേറെ സ്ട്രീറ്റ് ഉള്ളത്. അതുകൊണ്ട് ഗൈസ് വൈറ്റ് ഫീൽഡ്, ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളെ പേരാലോചിച്ച് ഗൈസ്, അത് അടിപൊളി സ്റ്റാൻഡേർഡ് പേരുകളല്ലേ. ഇപ്പൊ വൈറ്റ് ഫീൽഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ആ പേരിനോട് രസം തോന്നി. എനിക്ക് അങ്ങനെ പേരുകൾ എങ്ങനെ ഇഷ്ടാട്ടോ. കാരണം ഗൈസ് പല സ്ട്രീറ്റുകളിലേക്ക് പേര് പെട്ടെന്ന് ഓർമ്മ വരാത്തുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പല സ്ട്രീറ്റുകളും പേര് നല്ല രസമാണ് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി. അപ്പോൾ വായിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക രസം തോന്നും. നമ്മൾ പോലീസ് സ്റ്റേഷൻ പൈസ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വണ്ടി ഉണ്ടല്ലോ, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് ക്യാമറ ഷൂട്ട് ചെയ്യുന്നത്. അവസാനം ഈ ഫൂട്ടേജ് മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. കഷ്ടപ്പെട്ട് നടന്ന ഫൂട്ടേജ് മൊത്തം പോട്ടു. നമ്മളെ വികാരമായ താഴതായിരിക്കും മഹീന്ദ്ര താർ. ബീങ് ഹ്യൂമനോ അങ്ങനെ ബ്രാൻഡ് ഉണ്ടോ?
കൊള്ളാട്ടോ ഗൈസ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. എന്ത് കാണുമ്പോ പലതും മേടിക്കണമെന്ന് തോന്നും, പിന്നെ തോന്നുന്നൊക്കെ ഓൺലൈനിൽ കിട്ടൂലേ എന്ന്. കാരണം അതൊക്കെ റിട്ടേൺ അയക്കണം ഗൈസ് ബുദ്ധിമുട്ട്. നമ്മൾ വാങ്ങിയിട്ട് 2-3 ദിവസം കഴിഞ്ഞ് നമുക്ക് റിട്ടേൺ അയക്കാനെന്ന് തോന്നാം. അപ്പൊ അങ്ങോട്ട് തന്നെ വണ്ടിയും പിടിച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ റിട്ടേൺ എടുക്കൂല എന്നറിയ ചോദിച്ചാൽ റീഫണ്ടും കിട്ടൂല. പിന്നെ അതിന്റെ പകരം വേറെ സാധനം മേടിക്കണം, അങ്ങനെ ഒരു പ്രശ്നം. ഓൺലൈൻ ആകുമ്പോൾ ആ പ്രശ്നമില്ല. 1-2 അല്ലേ മാക്സിമം നമുക്ക് റിട്ടേൺ കിട്ടും. നമുക്ക് വേണം എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യാം, പൈസ അപ്പം തന്നെ അക്കൗണ്ടിൽ കയറുകയും ചെയ്യും. അതാണ് ഓൺലൈൻ സ്റ്റോറുകളും നമ്മൾ ഏറ്റവും വലിയ മാറ്റം. അതിന്റെ കേസ് ഞാൻ ഓൺലൈൻ സ്റ്റോറുകളാണ് പ്രിഫർ ചെയ്യാറ്. കാരണം ഈ ഒരു എന്താ പറയാ ലൈൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്ന പോലെ നമുക്ക് പൈസ തിരിച്ചിട്ടാൻ കുറച്ച് അധികം നടക്കേണ്ടി വരും. ഒന്ന് ഇങ്ങോട്ട് വരണം, നമ്മളെ സ്ഥലത്തിന് ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് വാങ്ങി കടയിൽ കൊടുത്ത് ആ പൈസ കൊണ്ട് അവരോട് കുറെ സംസാരിച്ച് ചിലവർ സമ്മതിക്കില്ല, ചിലവർ വേറെ സാധനം മേടിക്കണം. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് മാക്സിമം ഓൺലൈൻ സ്റ്റോറുകൾ ഞാൻ ആശ്രയിക്കുന്നത്. ഈ ഓഫ്ലൈൻ സ്റ്റോറുകളുടെ പ്രശ്നം അതാണ്. കാരണം ഇവിടെ ആരും ഒന്നിനും കേരളമായി കാണില്ലട്ടോ. ഒക്കെ ഈ ചുമ്മാ സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ വേണ്ടി വന്നവര് അത്രയുള്ള കേസ്. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ കുറച്ചെങ്കിലും ആൾക്കാർ ഓരോ ഷോപ്പിൽ കേസ് നമ്മൾ വില ചോദിക്കുന്നത് മേടിക്കുന്നത് കാണാനുണ്ട് കേട്ടോ. ഇവിടെ ആരും ഒന്നും ഇല്ല കണ്ടോ. ആ സൈഡിലേക്കുള്ള തിരക്കൊക്കെ അവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ അവിടുന്ന് കേട്ടോ വന്ന് നമ്മൾ തിരിച്ച് അങ്ങോട്ട് നമ്മളൊന്ന് പോവാട്ടോ. സ്ട്രീറ്റിക്ക് പോകാനുള്ള മൂടില്ല, എന്നാലും നോക്കട്ടെ കേസ്. ചിലപ്പം മൂടിനെ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് നേരെ റൂമിലേക്ക് പോകും. നമ്മൾ വീഡിയോ നൈസായിട്ട് എന്ത് ചെയ്യും. ഇത് കഴിച്ച് അത്യാവശ്യം ഒരു 40 മിനിറ്റോളം അതിൻ്റെ കേട്ടോ. ഇപ്പോൾ നാളെ കുടിച്ചിട്ട് ഞാൻ 20 മിനിറ്റുകളായിട്ട് ഈ വീഡിയോ ഇട്ടുതരാം. കാരണം ഗൈസ് ഒരാൾ 40 മിനിറ്റ് കാലം നമുക്കറിയാം. മാക്സിമം ഒരാളുടെ ലൈഫിൽ ഒരു ദിവസം ഒരു വീഡിയോ 20 മിനിറ്റോളം ചിലവാക്കുന്നത് എനിക്ക് തോന്നില്ല ഗൈസ്. എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കളിക്കുന്നത്. കാരണം വാച്ച് ടൈം ആണ് യൂട്യൂബിന് ഇൻകം കിട്ടാനുള്ള മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. എത്ര വാച്ച് ടൈം ഉണ്ട്, വ്യൂസ് വന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത വ്യൂസ്, ഇങ്ങനെ വാച്ച് ടൈം എത്ര കിട്ടണം അത്ര അനുസരിച്ച് യൂട്യൂബ് ഇൻകം തരികയാണ്. ഗൈസ് എല്ലാത്തിനും ഒരു ഇൻകത്തിന്റെ കണക്കുണ്ടല്ലോ. അതിന് 20 മിനിറ്റ് ഇടുന്നതാണ് എല്ലാവർക്കും ലാഭം. അതിനാണ് പ്രമുഖ യൂട്യൂബേഴ്സ് എല്ലാം 25 മിനിറ്റ് 20 മിനിറ്റ് അതിൽ വീഡിയോസ് ഒതുക്കാനുള്ള കാരണം. കാരണം അത്രയൊക്കെ ഒരാൾക്കല്ല, മാക്സിമം ഒരു 10 മിനിറ്റ് കണ്ടിന്യൂസ് കണ്ടിരിക്കാം, അത് കഴിഞ്ഞാൽ കാണൂല. അപ്പൊ അത്രയും ലെങ്ത്തിൽ വീഡിയോ മൊത്തം ഇട്ടിട്ട് പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഇടാൻ വീഡിയോ കണ്ടന്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് കേസ് മാക്സിമം ആൾക്കാർ ചെറിയ വീഡിയോസ് ഉണ്ട്. ഇപ്പൊ ഷോർട്സ് വീഡിയോസിന് തന്നെ പ്രചാരണം കൂടുതൽ കിട്ടാൻ കാരണം ചെറിയ 1 മിനിറ്റ് മാക്സിമം. ഇപ്പൊ ഒരാളുടെ ലൈഫിൽ പിന്നെ ഒരേ വ്യക്തിയുടെ ലൈഫിൽ ആകെ 1 മിനിറ്റ് മാത്രമേ പോകുന്നുള്ളൂ. അതാണ് ഷോർട്സ് വീഡിയോസ് ഇത്രയും റീച്ച് കിട്ടുന്നത്. ബ്ലോഗർ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഇതും കൂടി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾ ട്രെൻഡിങ് പേജിൽ എപ്പോഴും 2 മണിക്കൂർ 3 മണിക്കൂർ വീഡിയോ പോകുന്ന കണ്ടല്ലോ. വളരെ ചുരുക്കം വീഡിയോസ് മാത്രമേ പോവുള്ളൂ, അല്ലെങ്കിൽ ചെറിയ വീഡിയോസ് പോവുള്ളൂ. പിന്നെ അത്രയും ഫാൻ ബേസ് വേണം. കാരണം നിങ്ങൾ ഒന്നെങ്കിൽ വലിയ സെലിബ്രിറ്റിയോ വലിയ ഫാഷൻ മോഡൽസോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വലിയ അറിയപ്പെടുന്ന ആൾക്കാരാണ് ഈ വീഡിയോസ് കൂടുതൽ റീച്ച് കിട്ടുന്നത് നമുക്ക് കാണാം. ഇത്രയൊക്കെ തന്നെ ഗൈസ് കൊമേഴ്സ് സ്ട്രീറ്റിന്റെ വിശേഷങ്ങൾ. നമ്മള് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ മറ്റൊരു സ്ട്രീറ്റ് തപ്പി കണ്ടെത്തട്ടെ, അവിടെ പോയിട്ട് ബാക്കി വിശ്വാസം കൂടി എടുത്ത് കാണിച്ചു തരാം. ഗൈസ് ഇത്ര നേരം സൈറ്റ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് പുതിയ നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷിക്കണം കേട്ടോ. ഇപ്പൊ എല്ലാ ശനിയും ഞായറും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ച് തരാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. മാക്സിമം ശനിയാഴ്ചകളിൽ ഒരു 3 മണിക്കൂറെങ്കിലും എവിടെയെങ്കിലൊക്കെ പോയി നല്ല കുറെ വിശ്വാസങ്ങൾ എടുത്തുതരാൻ വേണ്ടി വളരെ പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇപ്പോഴത്തെ അത്രയും ലെങ്തി വീഡിയോസ് ഇപ്പൊ കാണാൻ പറ്റുന്ന ചാനലിൽ. അല്ലെങ്കിൽ നോർമൽ ഞാൻ അത്ര ലെങ്തി വീഡിയോസ് ഇല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഷോർട്സ് ആണ് മാക്സിമം നോക്കാറ്. നൈസായിട്ട് നമ്മൾ പോകട്ടോ. ഇവിടെ നിന്ന് അതിയല്ലേ ഇപ്പത്തെ കാഴ്ചകൾ. നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു വന്നത് കണ്ടോ. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് ചർച്ച് സ്ട്രീറ്റ് നിൽക്കുന്നത്. ഇവിടെ നമ്മളെ സ്റ്റേഡിയം ഉണ്ട് കേട്ടോ. ആ സ്റ്റേഡിയത്തിന്റെ പരിസരത്തിൽ പോയാൽ അകത്ത് കയറാൻ പെർമിഷനും കാര്യങ്ങളും വേണം, പാസ് വേണം. അതിന് പുറത്ത് പോയി ജസ്റ്റ് ഒരു വിശ്വസിച്ച് എടുത്തുതരാം
അല്ലാതെ വേറെ കാഴ്ചകളൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല. നമ്മളെ ചിന്നസ്വാമി സ്റ്റേഡിയം കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളത് അവിടുന്ന് എങ്ങോട്ട് ഇവിടെ കഴിച്ചാ ഈ പോയിന്റിൽ നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ.